ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പ്രകാരം ആ ഒരു യാത്രയിലാണ് അത്ര ആദ്യമായിട്ട് റസൂലുള്ള ആ യാത്രയുടെ ആ പ്രാർത്ഥന ദുആഉ സഫർ അത് ആദ്യമായിട്ട് ഉരുവിടുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. ആ ഒട്ടകം മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ സമയത്ത് റസൂലുള്ള ആ ഒരു പ്രാർത്ഥന ഉരുവിടാണ്. അതിന്റെ ആദ്യ ഭാഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഖ്റുഫിന്റെ 13-14 ആയത്തുകൾ കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതിന്റെ പൂർണ്ണ രൂപം ഹദീസുകളും വരുന്നുണ്ട്. അന്ന് റസൂലുള്ള ഒട്ടകപ്പുറത്തിരുന്നാണ് ആ പ്രാർത്ഥന ഉരുവിട്ടതെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ അറബ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് അറബ് ഫ്ലൈറ്റുകളിലെല്ലാം ആ പ്രാർത്ഥനയുടെ പൂർണ്ണ രൂപം പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട്. എത്ര മനോഹരമാണ്. ഒരു യാത്രക്ക് വേണ്ട ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മുഴുവൻ വിഭവവും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ. ആ പ്രാർത്ഥനയുടെ ആ ഭംഗി പലപ്പോഴും നമ്മുടെ ദീന്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരൊറ്റ പദം മാത്രം ചിന്തിച്ചോ, മുൻഖലിബൂൻ എന്നുള്ള ഒരു പദം. ആ ഒരു പദം പിന്നീട് പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്ന ഒരു കോൺടെക്സ്റ്റ് സൂറത്തുൽ അറാഫിന്റെ 125 വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് മത്സരിക്കുന്ന ഫിർഔന്റെ കൊട്ടാരാണ് രംഗം. അതിൽ അവിടെ എത്തിയിട്ടുള്ള സാഹിറുകൾ, മജീഷ്യന്മാർ, അവർ ആ പാമ്പൽ ആ വടിയെല്ലാം നിലത്തിട്ട് ആ സത്യം അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഉടനെ തന്നെ അവർ ആ സത്യം സ്വീകരിക്കുകയാണ്. ഫിർഔൻ അവരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സമയത്ത് അവർ നൽകുന്ന മറുപടി ഖാലു ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഫിർഔൻ, നീ ഞങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഏതായാലും ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, തിരികെ പോകേണ്ടവരാണ്, ലമുൻഖലിബൂൻ. അവരുടെ ആ യഖീൻ നോക്കുക. അപ്പോൾ പൊതുവെ നമ്മൾ മരണ വാർത്ത അല്ലെങ്കിൽ എന്തൊരു അപകട വാർത്ത കേട്ടാലും നമ്മൾ പറയാറുള്ളത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള പദമാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് റാജിഊൻ എന്നുള്ള പദം അതിനേക്കാൾ അതിന്റെ സ്ട്രോങ്ങർ വെർഷനാണ് മുൻഖലിബൂൻ എന്നുള്ള പദം. റാജിഊൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്നും പോയി അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതാണെങ്കിൽ മുൻഖലിബൂൻ എന്നുള്ളത് യശീറു ഇലാ തഹവ്വുലി വ തഖല്ലുബ്, ഒരു സ്ഥലത്തു നിന്നും പോയി മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള യാത്ര. ഇപ്പോൾ ദുനിയാവിലുള്ള നമ്മുടെ ഈ ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയത്തും നമ്മളേവരും അല്ലാഹുവിലേക്കുള്ള ഒരു യാത്രയിലാണ്. റസൂലുള്ളാഹി ഹദീസിലും കുൻ ഫി ദുനിയാക അന്നക ഗരീബ് ഔ ഗാബിറു സബീൽ, നിങ്ങൾ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. അപ്പോൾ ദുനിയാവിലുള്ള ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമ യാത്രയെ ഉണർത്തുന്നതാണ്. നമ്മൾ ഓരോ സമയത്ത് യാത്രക്ക് പുറപ്പെടുമ്പോഴും അത് അവസാന യാത്രയാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ദുനിയാവിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ആരംഭിച്ച് ആ യാത്ര ബർസഖിൽ അവസാനിക്കുന്നതായേക്കാം. ഓരോ യാത്രയും അന്തിമ യാത്രയെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 197 വചനത്തിൽ ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, ഹജ്ജ് യാത്രയിൽ ഒരുക്കേണ്ട തഖ്വയാകുന്ന വിഭവത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭൗതിക യാത്രയിൽ ആത്മീയമായിട്ടൊരു കാര്യത്തെ അള്ളാഹു ഉണർത്തുകയാണ്. അത് പറയാനുള്ള കാരണം ഈ മുൻഖലിബൂൻ എന്നുള്ള ഒരു പദം പിന്നീട് കടന്നു വരുന്നത് നമ്മൾ ആ യാത്രയുടെ പ്രാർത്ഥനയിലാണ്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതായത് ദുനിയാവിലെ ഓരോ യാത്രയും വരാനിരിക്കുന്ന അന്തിമ യാത്രയെ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ. ശേഷം ആ പ്രാർത്ഥനയിൽ പിന്നീട് റസൂലുള്ളാഹി അല്ലാഹുവിനോട് ചോദിച്ച കാര്യങ്ങൾ നോക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. ആ യാത്രയിലുടനീളം ആ പുണ്യവും അതേപോലെ തന്നെ തഖ്വയെല്ലാം മുറുകെ പിടിക്കാൻ അത് ആ ഒരു കരുത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. കാരണം നമ്മൾ പറയാറുണ്ട് ഒരാളെ തനിനിറം മനസ്സിലാക്കാൻ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് അയാളുടെ കൂടെ യാത്ര ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് അത് കാര്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുബി അന്നാ ബുഅദ, ഓ അല്ലാഹ് യാത്ര എനിക്ക് എളുപ്പാക്കി തരണേ, അതിന്റെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ എന്നുള്ളതാണ്. അപ്പോൾ ആ യാത്ര എളുപ്പാക്കാൻ വേണ്ടി യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിരവധി പ്രതിബന്ധങ്ങൾ കയറി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അതോടൊപ്പം ആ യാത്രയുടെ ദൈർഘ്യം നീ എനിക്ക് കുറച്ച് തരണേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം 20 കിലോമീറ്റർ 10 ആകാൻ പോകുന്നില്ല, പക്ഷേ ചില ദീർഘദൂര യാത്രകൾ നമ്മൾ പറയാറുണ്ട് എത്തിയത് അറിഞ്ഞില്ല, അപ്പോൾ സമയം അപേക്ഷിക്കാമെന്ന് പറയാറുണ്ട്. അത്രയും ആ രൂപത്തിൽ ഫീൽ ചെയ്യാത്ത രൂപത്തിൽ ഇപ്പോൾ റസൂലുള്ളാഹി ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് 10,000-കണക്കിന് വർഷം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരൊരു ഫർദ് നമസ്കരിച്ച സമയമായിട്ട് മാത്രമേ അനുഭവപ്പെടുമെന്നെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ആധുനിക കാലത്ത് നിരവധി ട്രാഫിക്കും മറ്റും കാരണമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് എത്തിക്കൊള്ളുന്ന